ഇന്ന് രാത്രിയിലെ വചന കേൾവി നമുക്ക് വളരെ അനുഗ്രഹമായിരിക്കും. സുവിശേഷം അത് യേശുക്രിസ്തുവാണ്. സുവിശേഷം യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, അടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, മടങ്ങിവരവ്, ഇതൊക്കെ അടങ്ങുന്നതാണ് സുവിശേഷം. സുവിശേഷത്തിന് മാത്രമാണ് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്താൻ കഴിയുന്നത്. എത്രയെത്ര രാഷ്ട്രീയ പ്രസംഗങ്ങൾ, എത്രയെത്ര സാംസ്കാരിക പ്രസംഗങ്ങളൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നവരാണ്. ഈ ദേശനിവാസികളും എത്രയോ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എന്ന മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ, മനുഷ്യനെ മാനസാന്തരപ്പെടുത്തുവാൻ, അവൻ ആത്മരക്ഷ നൽകി കൊടുക്കുവാൻ കഴിയുന്ന ഏക സന്ദേശം അത് സുവിശേഷമാണ്. സുവിശേഷത്തിന് മാത്രമാണ് ആ ദൈവശക്തി പകരാൻ കഴിയുന്നത്. സുവിശേഷത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യന് ആത്മരക്ഷ സ്വന്തമാക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ഇങ്ങനെ ഒരു യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർക്കൊക്കെ തോന്നും ഇതൊക്കെ അകത്ത് ഹോളിനകത്തങ്ങ് പ്രസംഗിച്ചാൽ പോലെ, എന്തിനാ ഇങ്ങനെ മൈക്ക് വെച്ച് കെട്ടി നാട്ടുകാരെ വിഷമിപ്പിക്കുന്നതെന്ന്. എന്ന വേദപുസ്തകം ഇങ്ങനെ പറയുന്നത്, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ സുവിശേഷം കേൾക്കണം. കാരണം ആത്മരക്ഷയ്ക്ക് വേറൊരു മാർഗമില്ല, വേറൊരു വ്യക്തിയില്ല, വേറൊരു സംഘടനയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനുഷ്ഠാനങ്ങളില്ല, ആചാരങ്ങളില്ല, കർമ്മങ്ങളില്ല. ഒരേ ഒരു മാർഗം, അത് വിശ്വാസത്തിന്റെ മാർഗം, ക്രിസ്തു എന്ന മാർഗം. ആ ക്രിസ്തുവിലൂടെ അല്ലാതെ ആത്മരക്ഷയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ആവേശത്തോടെ ഈ സുവിശേഷം ദേശത്തോട് അറിയിക്കുന്നത്. ഇന്ന് രാത്രിയിൽ സുവിശേഷ കേൾവി മനുഷ്യനെ ആത്മരക്ഷ നൽകി കൊടുക്കും, അവനെ മാനസാന്തരത്തിലേക്ക് നടത്തും, അവനെ പുതു സൃഷ്ടിയാക്കി മാറ്റും. മറ്റൊരു സന്ദേശത്തിനും കഴിയാത്തത് യേശു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷ കേൾവിക്ക് സത്യമാകും. ഞങ്ങളെ കേൾക്കുന്ന ഈ ശാസ്ത്രത്തിന്റെ കണ്ണുകൊണ്ടൊക്കെ ഇതിനെ കാണുന്നവർക്ക് ഇതൊക്കെ ഒരു ഭോഷത്വമായിട്ട് തോന്നും. ഇനി മതത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുന്നവർക്ക് ഇതൊക്കെ ഇടർച്ചക്കല്ലായി തോന്നും. എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാണെന്ന് വേദപുസ്തകം പറയുന്നു. ഇന്ന് രാത്രി ആ ദൈവശക്തിയുടെ വ്യാപാരം നമ്മുടെ ദേശത്ത് വെളിപ്പെടുവാൻ, ഈ ദേശത്ത് വിലയേറിയ ചില മുത്തുകൾ, ഇതുവരെയും രക്ഷയുടെ അനുഭവത്തിൽ വരാത്ത വിലപ്പെട്ട ചില ആത്മാക്കൾ ഈ ദേശത്തുണ്ട്. ആ ആത്മാക്കൾക്ക് കൂടിയാണ് നമ്മുടെ കർത്താവ് സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അവർ കൂടി ഈ രക്ഷയുടെ പേടകത്തിലേക്ക് പ്രവേശിക്കണം. അതിനായി ഈ സന്ദേശം ഇന്ന് രാത്രി നിങ്ങളോട് അറിയിക്കുന്നത്. ഈ സുവിശേഷ കേൾവി ഇന്ന് രാത്രി എല്ലാവർക്കും